എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം എത്തിയിരിക്കുന്നത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ളവരാണോ? അങ്ങനെയെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഇതുവരെയായിട്ട് നമുക്ക് പോയിരിക്കുന്ന അഡ്വൈസും അതുപോലെ ലാസ്റ്റ് അഡ്വൈസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 12/1/2024 അഡ്വൈസ് വന്ന ഇതുവരെ നിലവില് 2612 ടോട്ടൽ അഡ്വൈസ് ആണ് കമ്പനി ബോർഡ് LGSന് ഇതുവരെ പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് 22/1/2026 അപ്പൊ നമുക്കിനി ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ OCയില് മെയിലിന് 2159 അഡ്വൈസും ഫീമെയിൽ കാറ്റഗറിയിൽ 2157 പോയിട്ടുള്ളത്. ഇനി EWS കാറ്റഗറിയിൽ OCയിൽ വിത്തിൻ OC തന്നെയാണ് കേട്ടോ ഇവിടെ പോയിരിക്കുന്നത്, സെയിം ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഈഴവയും അതുപോലെ തന്നെ അപ് ടു OC ആണ് ഇൻക്ലൂഡ് ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ SCക്കാർക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ 97 മെയിലിനും ഫീമെയിലിന് 94, ST വന്നിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ 127, 89 അഡ്വൈസ് വരെ പോയിട്ടുണ്ട്. പിന്നീട് നമുക്ക് 18 സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇന്ന് പോയിരിക്കുന്നത് കേട്ടോ, ഫീമെയിലിന് 15, അതുപോലെ LC പോയിരിക്കുന്നത് 98, സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 75, OBC കാറ്റഗറിയിൽ 2152 മെയിൽ കാറ്റഗറി, ഫീമെയിൽ 2163 പോയിരിക്കുന്നത്. വിശ്വകർമ്മ 2158, 2413 ഫീമെയിൽ കാറ്റഗറിയിൽ. SIUC നടാർ 27, അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 25 ഫീമെയിൽ പോയിട്ടുണ്ട്. SCC 42 ഫീമെയിൽ കാറ്റഗറി 47, ധീരവ 2, അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഫീമെയിൽ 3501 വരെ പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ DAL ഡിപ്പാർട്ട്മെന്റില് ഹിന്ദു നടാറിൽ 5 സപ്ലിമെന്ററി ലിസ്റ്റും അതുപോലെ 2 സപ്ലിമെന്ററി ലിസ്റ്റിലെ ഫീമെയിൽ പോയിട്ടുണ്ട്. പിന്നെ DA നോക്കിക്കഴിഞ്ഞാൽ LV 28 അഡ്വൈസ് പോയിട്ടുണ്ട്. HIയിലും LDCPയിലും എല്ലാം ഓൾ അഡ്വൈസ് അത്യാവശ്യം എല്ലാം തന്നെ പോയിട്ടുമുണ്ട്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അഡ്വൈസ് പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയാണ് 2612 ഇതില് അപ്പൊ നമുക്ക് നിലവിൽ പോയിരിക്കുന്നത്, നമുക്ക് റിപ്പോർട്ട് പോയിരിക്കുന്നത് 30/12/2025 31 നമുക്ക് പോയി. അങ്ങനെ ഏകദേശം AV ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഇതെല്ലാം കൂട്ടി നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള 10 NJD ഓരോ 4 അങ്ങനെ കൂട്ടി 40 NJ, അതായത് 4 ഫ്രഷും 36 NJD കൂട്ടിയിട്ടാണ് നിലവിൽ നമുക്ക് പുതിയ 40 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം 22/1/2026 ലാസ്റ്റ് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഈ അഡ്വൈസ് OC BC പൊസിഷൻ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസിൽ നമുക്ക് 596 OC കാറ്റഗറിയിൽ, അതിൽ ഒരു വേക്കൻസി കൂടി കൂട്ടിയിട്ട് 597, EWSന് 149, അതിലൊരു വേക്കൻസി ഫ്രഷ് ആയിട്ട് വന്ന് 150 വേക്കൻസിയിലേക്കും, BC 745 പ്രസന്റ് 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ 747 അഡ്വൈസും, NJD ഏകദേശം 1036. നമുക്ക് ഒരുപാട് NJD വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. 10th ലെവലിൽ ആയതുകൊണ്ട് തന്നെ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാം. അവർ ഹയർ ലെവൽ പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഇവർ NJD ആയി പോകാറുണ്ട്. ഇനി അതുപോലെ തന്നെ 36 പ്രസന്റ് വന്ന് അങ്ങനെ ടോട്ടൽ 1072. DA കാറ്റഗറിയിൽ 15 നിലവിലെ വേക്കൻസി വന്നിട്ടില്ല. അതുപോലെ HI LD പോയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് പ്രീവിയസിൽ നിന്ന് 40 ഫ്രഷ് ആയിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് 2612 വേക്കൻസി അല്ല അഡ്വൈസ് ആണ് നമുക്ക് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത് പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ധീരവേക്കം 3501 വരെ നമുക്ക് പോയിട്ടുണ്ട്. OC വിത്തിൻ OCയിൽ നമുക്ക് 2100, അതായത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് ഞാനിപ്പോൾ പറയുന്നത് 2026 അപ്പം നിലവിൽ എത്ര പോയിട്ടുണ്ട്? 2612. നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഏകദേശം 4038, സപ്ലിമെന്ററി ലിസ്റ്റിൽ 4055, ടോട്ടൽ കൂട്ടി 8213 പേരാണ് ടോട്ടൽ
നമ്മുടെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം കട്ട് ഓഫ് 76.1 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ 2022 വന്നതിന് ശേഷം അല്ലെ, നമ്മൾ 4 വന്നതിന് ശേഷം 26 ആയപ്പോൾ 2612. ഇനി നമ്മുടെ മുന്നിൽ ഒരു വർഷം കൂടി കിടക്കേണ്ട, അതായത് 12/1/2027 ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത്. ഏകദേശം ഒരു വർഷം കൂടി നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും തന്നെ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് അടുത്ത ഈ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളോടായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ കാറ്റഗറിയിൽ എത്ര വരെ പോയിട്ടുണ്ട്, ഏത് റാങ്ക് ലിസ്റ്റ് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് നിങ്ങളുടെ സാധ്യത ഏതാണ്, മുഴുവൻ ലിസ്റ്റ് പോവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഏകദേശം ഒരു 90% നമുക്ക് എന്ത് പറയാൻ പറ്റും, സന്തോഷത്തോടു കൂടി ഇരിക്കുക, നമുക്ക് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് ഫുൾ ലിസ്റ്റും പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇനി ഒരു 3500+ എന്താണ്, നമുക്കൊരു 3500-ലധികം തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നിയമനങ്ങൾ ഇനിയും നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന, ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും, ഏറ്റവും കൂടുതൽ ഏകദേശം എനിക്ക് തോന്നുന്നു ബെവ്കോ, KSFE-ലൊക്കെയാണ് ഏറ്റവും കൂടുതൽ. KSFE-ലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വേക്കൻസി വരുന്നുണ്ട്, പോസ്റ്റിങ്ങും പോകുന്നുണ്ട്. ബേവ്കോയിലും പുതിയ റിപ്പോർട്ട് എല്ലാം വരുന്നുണ്ട്. അതുപോലെ ബേവ്കോയിൽ നമുക്ക് ഏകദേശം നല്ല വേക്കൻസി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കൊക്കെ നമുക്ക് ബാക്കിയുള്ളവർക്കും എന്ത് ചെയ്യാം, ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS നമുക്കറിയാം 2027 ഒന്നാകുമ്പോഴത്തേക്ക്, അതായത് 1-ാം തീയതി, അതായത് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരും. ഇതുപോലെ തന്നെ ഹൈ മൂവിങ് ആയിട്ട് നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ തന്നെ അത്യാവശ്യം ജോലി കിട്ടാനുള്ള സാധ്യത ഏറ്റവും വേക്കൻസി ഏറ്റവും കൂടുതലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ ഇതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ ഒരു പരീക്ഷ ഈ വർഷം തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും അഡ്വൈസ് നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്, ഇത്രയും ചാൻസസ് നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കുക. ഈ ഒരു പോസ്റ്റ്, അതായത് കമ്പനി ബോർഡ് LGS-ഉം ബേവ്കോയും ഒരുമിച്ചിട്ട് ഒരൊറ്റ പ്രിലിംസ് ആയിട്ടാണ് നടത്തുന്നത്. അതുകൂടാതെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു ഒറ്റ സിംഗിൾ കോഴ്സിലെ 10th പ്രിലിംസും മെയിൻസും കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സ് എടുത്ത് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നമ്മൾ ഒരു 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS-നും അതേപോലെ തന്നെ നമ്മുടെ ബേവ്കോയ്ക്കും വേണ്ടിയിട്ട് നൽകുന്നത്. ഈ 120 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 120 മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഓരോ 10 ദിവസം കൂടുമ്പോഴും നിങ്ങൾക്ക് പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഓഫ്ലൈനായിട്ട് OMR പ്രാക്ടീസ് ടെസ്റ്റ് നമ്മൾ നൽകുന്നുണ്ട്. ഒരു അക്കാഡമീസും കൊടുക്കാത്ത രീതിയിലുള്ള സ്റ്റഡി ഫെസിലിറ്റീസും ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സസുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ടൈം ടേബിൾ ഉണ്ടാകും. ഒരു ദിവസം 3 വിഷയവും അതിൻ്റെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. 10ാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് എന്താ നമ്മൾ നൽകുന്നത്, ആ 10 ഡേ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന 10 ദിവസം വരെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന പരീക്ഷ ആ ഒരു ടോപ്പിക് അടിസ്ഥാനമാക്കി 100 മാർക്കിന്റെ OMR ഇവിടെ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരും. ഇനി ബുക്കായിട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിനെക്കുറിച്ച് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ 10 ഡേ കൂടുമ്പം ഇതുപോലെ എക്സാം, അങ്ങനെ ഓരോ 10, 20, 30 അങ്ങനെ മാക്സിമം OMR-ഉം എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലൈവ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതുകൂടാതെ ലൈവ് റെക്കോർഡിംഗ് ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മാക്സിമം നിങ്ങളെ കൊണ്ട് PYQs MCQs ഒക്കെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ക്ലാസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഇത്രയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ള 100% ഉറപ്പുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പം ഇനിയും നിങ്ങൾ വൈകിക്കരുത്. ഇനി നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ്. എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്നൊരു സ്വപ്നം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.